അപ്പോൾ ഇന്ന് ചക്കക്കുരു വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു പാർട്ട് മുഴുവനായിട്ട് ഞാൻ കളഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കളഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ പാർട്ട് നമ്മളെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ മാക്സിമം അത് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഓരോ ചക്കക്കുരും ഇതുപോലെ നടുകെ കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും വെറുതെ കളയുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഞാനിതുപോലെ നടുകയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അധികം വേവില്ലാത്ത ചക്കക്കുരു ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചട്ടിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വേവുള്ള തരം ചക്കക്കുരു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ടിട്ടും വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവുമാണ്. അപ്പോൾ ഈ ഒരു ചക്കക്കുരു മുഴുവനായിട്ട് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപ്പും കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ വലുതാണെങ്കിൽ നിങ്ങൾക്ക് 3 4 ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. അപ്പോൾ അതൊരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളത്. ഇനി ഈ തേങ്ങ നമുക്കൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഉപ്പ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചക്കക്കുരു മുഴുവനായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരുവൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ 1 2 വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചക്കക്കുരു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ആക്കി കൊടുത്ത് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മുരിങ്ങയിലയാണ്. അപ്പോൾ ഒരു പിടി മുരിങ്ങയിലയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മുരിങ്ങയില ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് അങ്ങനെ കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് ഉടനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ മുരിങ്ങയില നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ മുരിങ്ങയിലും ഒരേ സമയത്താണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലർ തേങ്ങയൊക്കെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ഇല കുറച്ചൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു തേങ്ങ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സി ജാറിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തിളക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ അത് പിരിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് തന്നെ ഒന്ന് ആ ഒരു തള വരുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഈ ഒരു തള ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽമുളകും കൂടെ താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത്. അപ്പോൾ ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ.